ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നേ രാവിലെ ഞാൻ കുക്കീസ് കൊടുക്കാനായിട്ടേ മോൻ്റെ അടുത്ത് പോയായിരുന്നേ, റൂമിലോട്ട്. ആൾ കണ്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ തിരിച്ചു കൊടുക്കളഞ്ഞു. വീണ്ടും വന്ന് നോക്കി, കട്ട കലിപ്പില്ല, ഒരു രക്ഷയില്ല, അത് വാങ്ങുന്നില്ലായിരുന്നു. ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടും വാങ്ങുന്നില്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ മോളെ സ്കൂളിൽ വിടുന്ന തിരക്കിലേ അവൻ രാവിലെ ഉണർന്നിട്ട് കുക്കി എന്ന് വിളിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത്രയും വൈകി എൻ്റെ ദേഷ്യം തീർക്കുന്നത്. കുഴപ്പമില്ല, ആൾ സെറ്റായിക്കോളും. ഞാൻ ചെറുതായിട്ടൊന്ന് സോപ്പിട്ടിട്ടൊക്കെ ഉണ്ട്. ഇനി അത് കഴിച്ച് വിശപ്പൊക്കെ മാറുമ്പോൾ ഒന്ന് സെറ്റാവും. ഇടയ്ക്കിടയ്ക്ക് റൂമിൻ്റെ പുറത്ത് വന്ന് നോക്കുകയാണ്, ഇനി ഉടക്കണോ വേണ്ടേ, ഇത് മതിയോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. ആൾ ഇനിയിപ്പോൾ അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ഞാനിന്ന് രാവിലെ കഴിക്കാനേ ഉപ്പുമാവ് ഉണ്ടാക്കി. ഈ ഉപ്പുമാവ് കഴിക്കുമ്പോഴേ എനിക്ക് നല്ല ഓർമ്മകളൊക്കെ വരും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-11 വയസ്സ് ആ സമയത്തൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറായിരിക്കും കഴിക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വിശക്കുന്നെന്ന് പറയുമ്പോൾ, ശനി ഞായർ ദിവസങ്ങളിൽ വിശക്കുന്നെന്ന് പറയുമ്പോൾ ഉമ്മ ഇതുപോലെ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി തരും. പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഞാൻ അടുക്കളയിലെ ചുറ്റുമൊക്കെ ഇങ്ങനെ ആ മണം പിടിച്ചൊക്കെ നടക്കുമായിരുന്നു. കൈ കിട്ടുന്നവരെ ഉപ്പുമാവ് കൈ കിട്ടുന്നവരെ അങ്ങനെ അടുക്കളയിൽ സൈഡിലൊക്കെ നടക്കുമായിരുന്നു. ഇങ്ങനെ വേണമെന്ന് ചോദിക്കാനൊരു മടിയുണ്ട്. അങ്ങനെ ആ ഉപ്പുമാവ് കഴിച്ച് അതായിരുന്നു അന്നത്തെ വിശപ്പ് മാറ്റുന്ന ഒരു സെറ്റപ്പ്. ഇൻസ്റ്റൻ്റായിട്ട് ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ബേക്കറി ഐറ്റമോ കിട്ടുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഓർമ്മ. ഇപ്പോൾ നോക്കിയാൽ ഞാൻ പിന്നെ മീൻകറി വെക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നല്ല മീൻകറി വെക്കണമെന്ന് തീരുമാനിച്ച കാര്യം തന്നെ മരിച്ചിനി ഉണ്ടായിരുന്നേ, ഫ്രോസണാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഐസൊക്കെ ഒന്ന് മാറ്റിയിട്ട് മീൻകറി വെക്കാൻ നോക്കി. മീൻകറി കാണുമ്പം രസം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിലും സംഭവം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തേങ്ങയും പെരുംജീരകമൊക്കെ ഒന്ന് അരച്ച് ചേർത്തായിരുന്നേ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുറുകിയ മീൻകറി കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ സ്റ്റൈൽ മീൻകറിയാണ്. പിന്നെ മീനൂടെ പൊരിച്ചു. അപ്പോൾ മരിച്ചിനിയും മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലഞ്ചായിരുന്നു. പിന്നെ വൈകുന്നേരം മോള് സ്കൂൾ വിട്ട് വന്നപ്പോൾ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ ഒന്ന് പാർക്കിൽ പോയി ജസ്റ്റ് കുറച്ച് നേരം ഒരു 3/4 മണിക്കൂറോളം പാർക്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം വീട്ടിലെ സാധനങ്ങൾ വാങ്ങണമായിരുന്നു. പിന്നെ നെസ്റ്റോയിൽ വന്നപ്പോൾ ആദ്യത്തെ ചടങ്ങുണ്ട്, ട്രോളിയിൽ മോനെ കയറ്റണ ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് ആ ട്രോളിയിൽ മോനെ കയറ്റി നിർത്തി നമ്മൾ പാലെടുത്തു. അങ്ങനെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വീട്ടിലെ ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് ഒക്കെ എടുക്കും, പക്ഷേ അത് വേണ്ട ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കാറുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ അതാ എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് മാങ്ങ, നല്ല ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മോനിഷ്ടം ആപ്പിള് വലിയ താല്പര്യമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ 1-2 പീസൊക്കെ കഴിക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് നെക്സ്റ്റ് ഒന്ന് വന്നിട്ട് മോനെ പഠിപ്പിക്കാനായിട്ട്, അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലാപ്ടോപ്പിൽ മോനെ ഇതുപോലെ പെയിൻ്റ് എടുത്തിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ മോൻ നല്ല താല്പര്യം കാണിച്ചു. ഇത് വരയ്ക്കാനൊക്കെ ട്രയാങ്കിൾ ഷേപ്പൊക്കെ വരയ്ക്കാൻ, പിന്നെ അവന് കളർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. എപ്പോഴും അവന് ഷേപ്പ് വരയ്ക്കണം. ലാപ്ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഷേപ്പ് പെയിൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പം സ്ഥിരമായിട്ടും ലാപ്ടോപ്പ് ഒളിച്ചു വെക്കേണ്ട സാഹചര്യം വരെ ആയി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.